ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ. നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ കാണുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് ബിരിയാണിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല 1/2 കിലോ ഓലക്കുടിയൻ മീനാണ്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ലേശം കശ്മീരി മുളക്, കുരുമുളക് ഒരു ഇച്ചിരി കൂടി നിൽക്കണം കുരുമുളക്, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ വറുത്ത് തന്നെ എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതേ മീൻ അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 സെക്ഷനായിട്ടാണ് ഫ്രൈ ചെയ്തത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റും മറ്റുമൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ട് മീനെല്ലാം വറുത്ത് കോരി ആ പാനിൽ തന്നെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 അത്യാവശ്യം വലിപ്പമുള്ള സവോളയാണ്. സവോള ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിൽ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ടാൽ മതി, കാരണം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവോള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം, എന്നാൽ മാത്രമേ ആ ഗ്രേവിക്ക് നല്ല രീതിയിലുള്ള തിക്നെസ്സൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് സവോള വഴറ്റി വരികയാണ്. അത്യാവശ്യം ദിവാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1-1.25 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമുക്ക് ലേശം കുരുമുളക് പൊടിയാണ് ഇടുന്നത്. എരിവൊക്കെ നോക്കിയിട്ടാൽ മതി. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളക് നമ്മൾ ഫിഷ് കറി വെക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് അതിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കണം കേട്ടോ. അപ്പം ഒത്തിരി എരിവ് വേണ്ടാത്തവർക്ക് കുറയ്ക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട്, ഇപ്പോൾ സവോള അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വാടി വന്നു. ലേശം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒരു ചെറിയൊരു ഗ്രേവി ലുക്കിൽ ഞാനിപ്പോൾ സവോള എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് നന്നായിട്ടിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ആ പാകത്തിനുള്ള ചെറു ചൂടുവെള്ളം കൂടി ഇതിലൊഴിച്ച് പാകത്തിനുള്ള ഗ്രേവി തയ്യാറാക്കി ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില, മല്ലിയില അങ്ങനെ എന്തെങ്കിലും കൂടെയൊക്കെ ഇട്ട് അതിൻ്റെ ഉപ്പൊക്കെ നോക്കി എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു അത്യാവശ്യം ഒരു തിക്നെസ്സിലാക്കി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി എടുക്കുക. നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായി. ഇനി നമുക്കടുത്ത ബിരിയാണി റൈസിൻ്റെയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തു. 2 ടീസ്പൂണോളം നെയ്യ് ഇട്ട് നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം സവാള ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒത്തിരി കരിഞ്ഞു പോകരുത്, എന്നാൽ ഒരു ബ്രൗണിഷ് ഒരു കളറ്, ഗോൾഡൻ പോലത്തെ കളറ് ആയി വരികയും വേണം. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അരി ഒന്ന് കഴുകി വെള്ളം വാർന്ന് പോകാൻ വയ്ക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ജീരകശാലയുടെ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് റൈസിന് തന്നെ നല്ലൊരു മണമൊക്കെ കേട്ടോ. അപ്പോൾ അത് ഇവിടെ സവാള നമ്മൾ ഫ്രൈ ചെയ്തു. ഇനി കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് മുന്തിരിങ്ങയും കൂടെ നമുക്കൊന്ന് ആ നെയ്യിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് മുന്തിരിയൊക്കെ നല്ല വീർത്ത് ഫ്രൈ ആയി വരുന്നുണ്ട്. കരിഞ്ഞ് പോകണ്ട കേട്ടോ. അതും ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതേ നെയ്യിൽ തന്നെ നമ്മൾ ആ വെള്ളം വാർത്ത് വെക്കാൻ വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്യുന്ന പോലെ എടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൈസൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുക, വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഇനി നമ്മൾ അരിയുടെ വെള്ളം എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ ക്വാണ്ടിറ്റി
ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് നമ്മൾ പട്ട ഇട്ട് കൊടുക്കുക, ഗ്രാമ്പൂ, ഏലയ്ക്ക, ഡ്രൈ ലീഫ്, പെരുംജീരകം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, മസാലൻ്റെ ഒരു കുറച്ച് കുരുമുളക്, ഇതൊക്കെ ഇട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് അത്യാവശ്യം പാകമാണെന്ന് നോക്കിക്കണം, തീരെ കുറയണ്ട. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് തിള വരുന്ന സമയത്ത് കുറച്ച് നമ്മുടെ പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കിതൊരു 10-15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ നമ്മുടെ റൈസൊക്കെ വെന്തിട്ടുണ്ട്. അരിയൊന്നും കണ്ടോ, ചോറ് നന്നായിട്ട് കട്ടയൊന്നും കെട്ടാണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ചെമ്പിലോട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ ഇടണം. ദം ചെയ്യാനാണ്. അപ്പോൾ ഞാനൊരു ചെമ്പിൽ നെയ്യും ബട്ടറൊക്കെ സൈഡിൽ തേച്ച് ഒരു ലെയർ റൈസ് മാത്രം ഇട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കറിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് കറി ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് നമ്മളിതിൻ്റെ മേളിലിട്ടിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് റൈസും കൂടെ വീണ്ടും ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് പിന്നെ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തിളപ്പിച്ചാറിയ പാലിൽ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് അതൊന്ന് കളർ പോലെ ആക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്തില്ല. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് വീണ്ടും അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് വീണ്ടും ബാലൻസ് ഇരിക്കുന്ന ഫിഷ് കറി നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ട് തന്നെ കുറച്ച് ഗ്രേവി ഉണ്ടാവും, അതും കൂടെ തന്നെ ചേർത്ത് നന്നായിട്ട് ആക്കി ഒന്ന് നിരത്തി നന്നായിട്ട് വെക്കുക. അതിലേക്ക് വീണ്ടും നമുക്ക് ബാക്കി വരുന്ന റൈസ് കൂടെ ഇട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ മേലെ ബാക്കിയുള്ള ആ ഫുഡ് കളറും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് റൈസ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് വയ്ക്കുക. അതിൻ്റെ മേളിൽ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കിടാം. പുതിനയില, കുറച്ച് ക്യാരറ്റ്, നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചത്, പിന്നെ കാഷ്യൂയും മുന്തിരിയും ഫ്രൈ ചെയ്തത്, അത് കഴിഞ്ഞ് ലേശം നെയ്യും കൂടെ ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് ഇതിനെ അടച്ച് നമുക്കൊരു 5 മിനിറ്റ് നമ്മുടെ അടുപ്പത്ത് വെച്ച് റെഡിയാക്കി എടുക്കുക. അല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ നല്ലൊരു മണമൊക്കെ കേട്ടോ, അടിപൊളിയായിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായി. അതിനോടൊപ്പം ലേശം കച്ചമ്പറും അച്ചാറും പപ്പടവും. അപ്പോൾ എന്ത് എളുപ്പത്തിനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി.